ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരകൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഉപ്പുകുന്ന് എന്ന് പറഞ്ഞ നല്ലൊരു വ്യൂ പോയിൻറ്റിനടുത്താണ് വന്ന് നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന എന്താ പറയുക, ഒരുപാട് സഞ്ചാരികൾ വരുന്നതും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. അവിടെ വന്ന് നമ്മൾ നല്ലൊരു കർഷകനപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു എന്താ പറയുക PWDയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിനിടയിൽ കിട്ടുന്ന ചെറിയ ചില സമയങ്ങളിൽ അടിപൊളിയായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തെ. ഇങ്ങനെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിശ്വരാജ് എന്നാണ്. വിശ്വരാജ്. അതെ. ശരിക്കും എങ്ങനെ കൃഷിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെ? കൃഷി എന്ന് പറഞ്ഞാൽ അച്ഛനും ഒക്കെ കുടുംബപരമായിട്ട് കൃഷി തന്നെയായിരുന്നു ആദ്യ സമയങ്ങളിൽ. അതിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി കിട്ടിയിട്ടും അത് തുടർന്നുകൊണ്ട് പോകണം. നമുക്ക് മനസ്സിനൊരു സന്തോഷം. സർവീസിലായിട്ട് ഇപ്പോൾ എത്ര കൊല്ലേ? സർവീസിലായിട്ട് എനിക്ക് 16 കൊല്ലത്തോളം. 16 കൊല്ലം. അതെ അതെ അതെ. എവിടെ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഞാൻ PWD പൈനാവില് ബിൽഡിങ്സിന്റെ സബ് ഡിവിഷൻ ഓഫീസിലാണ്. അതെ അതെ. UD ക്ലർക്കായിട്ട്. ഇവിടെ തന്നെയായിരുന്നു? നമ്മൾ വേറെ അങ്ങോട്ടും ഇതൊന്നും ഇല്ലായിരുന്നു, മാറ്റമൊന്നും? എനിക്ക് ആദ്യം ഇതിൽ PWD കിട്ടുന്നത് മറയൂരായിരുന്നു. മറയൂര്. അവിടെ ഒരു 4 മാസം വർക്ക് ചെയ്തതിന് ശേഷം പൈനാവിലേക്ക് വന്നു. പിന്നെ അവിടെ തന്നെ പല നിയറസ്റ്റാ പൈനാവ് അല്ലേ? 28 കിലോമീറ്റർ ദൂരം. അപ്പോൾ എന്നും പോയി വരാം. അപ്പോൾ കൃഷിയൊക്കെ അതിനിടയിൽ നോക്കൂ എങ്ങനെ? കൃഷി സമയം എന്ന് പറഞ്ഞാൽ നമ്മള് സമയം ഇതിനിടയിൽ തന്നെ നോക്കുന്ന രീതിയാണ്. അപ്പോൾ രാവിലേക്ക് ഇറങ്ങി നമ്മള് കുറച്ച് സമയം പണിയും, അങ്ങനെ സമയം കിട്ടുന്ന പോലെ പണിയും. പിന്നെ അവധി ദിവസങ്ങളിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെ. ഈ സ്ഥലത്തിന് ഉപ്പുകുന്ന് എന്നോട് പറഞ്ഞില്ല, അതെന്നാ സംഭവം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ സ്ഥലത്തിന് ഉപ്പുകുന്ന് പേര് വരാനുണ്ടായ ഒരു ഐതിഹ്യമല്ല, റിയൽ ആണത്. ശരിക്കും നമ്മൾ വേനൽക്കാലം ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ വീടിന് കുറച്ച് മുകളിലായിട്ട് ഒരു 2 കുന്നുകൾ ചേർന്ന് 2 കുന്നുകളുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പച്ചപ്പ് പിടിച്ച് ഈ പുല്ല് പിടിച്ച് തെരുവപ്പുല്ല് അതുപോലെ. പക്ഷേ അത് നമുക്ക് ഈ കാട്ടുതീയൊക്കെ വന്നിട്ടിങ്ങനെ കത്തി പോയി കഴിയുമ്പോൾ അവിടെ വെള്ളാരങ്കല്ലുകളാണ്, നിറച്ച് വെള്ളാരങ്കല്ല. മല രണ്ട് നിറച്ച് വെള്ളാരങ്കല്ലുകളാണ്. അപ്പോൾ അത് തീ പിടിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കൂന ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ 2 കുന്നുകൾ ഇങ്ങനെ ഉപ്പ് കൂനയായിട്ട് നിർത്തിയേക്കുന്ന പോലെ നമുക്ക് അങ്ങനെയാണ് പേരിന് അങ്ങനെ വരാനുള്ള സാഹചര്യം എന്നാണ്. അങ്ങനെ അത് തന്നെയാണ് സംഭവം. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ കർഷകൻ മാസികയിൽ കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു കൃഷിയുടെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കുറേ വിളകൾ എന്തൊക്കെയാണ് പരിപാലിക്കുന്നത്? ഇപ്പം ഞാൻ മെയിനായിട്ട് ജാതിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുരുമുളകുണ്ട്, പിന്നെ ഇൻഡസ്ട്രി മംഗള ഇനത്തിൽപ്പെട്ട കമുകൻ തൈകൾ, പിന്നെ കുറച്ച് പഴവർഗ്ഗ ചെടികളുണ്ട്, പിന്നെ കാപ്പിയുണ്ട്. എന്തര സ്ഥലമുണ്ട് ഇത് മൊത്തം 3.5 ഏക്കർ സ്ഥലമാണ്. 3.5 ഏക്കർ. അതെ അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃഷി കാഴ്ചകൾ കാണാം. കുറച്ചൊക്കെ അറിവുകൾ ഇതിൽ നിന്ന് കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായി ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ കൃഷിയിടത്തിലേക്ക് പോകുന്നു. നമുക്ക് പോയാലോ, നടന്നാലോ? കുരുമുളക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നീലമുണ്ടി, അതുപോലെ തന്നെ പന്നിയൂർ, ഈ 2 ഇനങ്ങളാണ് കൂടുതലായിട്ടും ചെയ്തേക്കുന്നത്. എന്തേരം ഉണ്ട് ഇത് കുരുമുളക് മൊത്തം? കുരുമുളക് അധികം എന്ന് പറയാൻ ഒരു 10-60 ചെടിയോളം നമുക്ക്. 10-60 ചെടി. എന്ത് ഈൽഡ് കിട്ടും അതിൽ നിന്ന് ഒരു വർഷം? ഈൽഡ് അങ്ങനെ എന്നാലും ആവറേജ് ഇപ്പം എല്ലാ കൊടിയും പല സൈസുകളാണല്ലോ, ഒരേ ഇതല്ല, പല വർഷങ്ങളിലായിട്ട് ഇങ്ങനെ പണിതേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10-80 കിലോയോളം മുളക് കിട്ടുന്നുണ്ട്. ലാഭമല്ലേ? വേറെ ചിലവുകളൊന്നുമില്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ചിലവെന്ന് പറയാനില്ല. നമുക്ക് ഇതിനകത്ത് നമുക്ക് വേറെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശിഖരം ഇറക്കാനും മുളക് പറിക്കാനും ഒക്കെയാണ് മാത്രമേ. ബാക്കി എല്ലാ പണികളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. വളവിടൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ കാട് തെളിക്കാൻ, അതിന് പിന്നെ കാട് വെട്ടുന്ന മെഷീനുണ്ട്, അത് വെച്ച് നമ്മൾ കാട് ക്ലിയർ ചെയ്യും. വളവിടലൊക്കെ ആണെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഭകരത്തിലേക്ക് മാറ്റാൻ പറ്റും. നീലമുണ്ടി എങ്ങനെയുണ്ട്? നീലമുണ്ടി നമുക്ക് ആവറേജ് കാതരും. നീലമുണ്ടി വലിയ കുഴപ്പമില്ല, നമുക്ക് എല്ലാ വർഷവും നമുക്ക് ആവറേജ് ഉൽപ്പാദനം. മുളക് നമ്മൾ കരിമുണ്ടയൊക്കെ അപേക്ഷിച്ച് തൂക്കം കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ പറയാൻ അറിയില്ല, എന്നാലും ആവറേജ് നമുക്ക് തൂക്കമുണ്ട്. നല്ല മണിപിടുത്തമുണ്ട്. കേടും കുറവാണ്. കേട് കുറവുണ്ട്. അതും ഒരു പ്രത്യേകതയാണ് എൻ്റെ നീലമുണ്ടിക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു നല്ല ഇനമായിട്ട് അത് കാണുന്നുണ്ട്. പന്നിയൂറിന് ഇച്ചിരി കേട് കൂടുതലാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മൾ പന്നിയൂർ വെള്ളത്തിൽ നിന്ന് കൂടുതലും മരങ്ങളില്ല, പ്ലാവ് അതുപോലെ. നീലമുണ്ടിക്ക് എന്നാ താങ്ങാലും കൊടുത്തേക്കുന്നത്? ഇത് സിൽവർ റോക്ക് മരമാണ്. സിൽവർ റോക്ക് മരമാണ്. അതെങ്ങനെ ശരിക്കും കൊടിയിടുന്ന കൂടെ നമുക്ക് ഇടാൻ പറ്റുമോ അതോ? ഇല്ല, നമ്മളിത് ഇട്ടൊരു ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴാണ് ഇതിലേക്ക് കൊടിയിടുന്നത്. 2 വർഷം കഴിഞ്ഞ ചെറിയ തൈയാണല്ലോ വെക്കുന്നത്. ചെറിയ ഹൈറ്റ് പറഞ്ഞ 1 അടി തൈയായിരുന്നു ഇത് വെച്ചിരുന്നത്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും കൊടിയിട്ടു.
നല്ല കയറ്റമുണ്ടോ ഇതിന്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇത് മുകളിൽ മുറിച്ച് വിട്ടോണ്ടല്ല, നല്ല ഹൈറ്റ് ആയിരുന്നു. ആ നമ്മളൊന്ന് ക്രമീകരിച്ച് നിർത്തിയോണ്ടാ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന മരമാണ്. അത്തരം ഗ്രിപ്പ്, ഇതൊരു പിടിച്ചു കയറാനുള്ള ഗ്രിപ്പും ഉണ്ടല്ലോ. താങ്ങുമരത്തിന് അതിനുള്ളൊരു ചിലര് പറയുന്നത് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഭൂമിയിലെ വെള്ളം മുഴുവൻ വലിച്ചുകൊണ്ട് പോകും. പെട്ടെന്ന് കുറിച്ച് നമ്മൾ അങ്ങനെ അറിയില്ല. എന്നാലും മരം ആയതുകൊണ്ട് ചിലപ്പം കുറേ വലിക്കുമായിരിക്കാം. ഒരിക്കലും അപേക്ഷിച്ച് ചിലപ്പം കൂടുതൽ വലിക്കാൻ സാധ്യതയുണ്ടത്. എന്നാലും കുഴപ്പമില്ല ഇവിടെ വലിയത്. പിന്നെ കൊടിക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോർഡവസരമൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കൂട്ടി അടിക്കുന്നുണ്ടായിരിക്കും. വലിയ കേടില്ല നിൽക്കുന്നുണ്ട് ഈ സംഭവം. ചിലർ കേടാന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണോ ഈ ജാതി? ഇത് ഇനം ചോദിച്ചാൽ അറിയില്ല. ഇത് ഞാൻ തൊടുപുഴയിൽ ഒരു ഹരിത എന്ന് പറഞ്ഞ നഴ്സറി ഉണ്ടായിരുന്നു. ആ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തായാലും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. നല്ല കായ. അതെ 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 അതെ. ഇതിന് മരത്തിന് വളർച്ച കുറവാണ്, പക്ഷേ എല്ലാ വർഷവും ഇതുപോലെ കായ്ക്കും. ഇത് ഇതുപോലെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത. ഇതെനിക്ക് തോന്നുന്നത് അടുത്തടുത്ത് വെക്കാൻ പറ്റുമായിരിക്കും. വലിയ ഇതില്ല. സാധാരണ അതെ, സാധാരണ ജാതി ഒരു 30 അടി അകലത്തിലാണല്ലോ വെക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ. ഒരു 10 അടിക്കൊക്കെ വെക്കാൻ തോന്നുന്നു ഈ ജാതി കണ്ടിട്ട്. ഇത് അത്രയും അങ്ങനെ ശിഖരം. ഇത് എത്ര വർഷമായത്? ഇതൊരു 5-6 വർഷമായിട്ടുണ്ട്. 6 വർഷത്തോളം ആയിട്ടുള്ള പഴക്കം ചെന്ന ജാതിയാണ്. ഇത് മറ്റേ ശ്രീലങ്കൻ ജാതിയാണോ? ബോൾസഞ്ചാറിൻ്റെ അത് അതിൻ്റെ ഒരു വെറൈറ്റി ആണെന്നൊരു സംശയമുണ്ട് ഇത് കണ്ടിട്ടേ. എന്തായാലും എല്ലാ വർഷവും ഇതുപോലെ കായ്ക്കുന്നത്. 6 വർഷമായിട്ട് നല്ല കായ. 6 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷം കൊണ്ടൊക്കെ ഇതുപോലെയൊക്കെ തന്നെ കാ തുടങ്ങിയതാണ്. ഇവിടെ ജാതി വെക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേക്കുന്നത്? അതെ അതെ, ജാതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ജാതിയും കവും കൂടെ അല്ലേ? ജാതി, കമുക, തെങ്ങാണ്. തെങ്ങും ജാതിയും കൂടെ ഇടകലർത്തി വെക്കുന്നൊരു സംവിധാനമാണ്. ഇത് ഏതാ ഇനം വെച്ചേക്കുന്നത്? ഇത് നമ്മൾ എൻ്റെ അടിമാലിയിലെ ചെറുകുന്നേൽ നഴ്സറിയിലെ മൾട്ടി റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു വെറൈറ്റി ആ ഗോപിച്ചേട്ടൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. മൾട്ടി റൂട്ട് ലോങ്ങൻ. അതിൻ്റെ ഒരു വെറൈറ്റി. അത് വെച്ചതേ ഉള്ളൂ അല്ലേ? ഇത് വെച്ചിട്ട് 2-3 വർഷം ഒക്കെ ആകുന്നേ ഉള്ളൂ. കായ്ച്ച ഇപ്പോഴാണോ തുടങ്ങിയത്? കഴിഞ്ഞ വർഷം തൊട്ടൊക്കെ ഇങ്ങനെ ഒരു കായൊക്കെ തുടങ്ങിയായിരുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെയുണ്ട് അഭിപ്രായം പൊതുവിൽ? നല്ല, പുള്ളി പറയുന്നതനുസരിച്ചാണെങ്കിൽ നല്ല ഈൽഡ് കിട്ടുന്ന ഇനമാണ്. അത്യാവശ്യം നല്ല പത്രിക്കനവും കായ്ക്കും ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ്. എന്തായാലും കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല ഇത് കായുണ്ടല്ലോ. കായുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മുടെ ഒരു ഫാബ് എന്ന് പറഞ്ഞൊരു ഫാബുമായിട്ടൊരു സാദൃശ്യം ഉണ്ട് ഇതിന്. ഇത് കണ്ടോ നമ്മുടെ? ഞാനത് ഇങ്ങനെ കണ്ടപ്പോൾ അത് ഓർത്ത്. അതെ അതെ, അതുമായിട്ടൊരു സാദൃശ്യമുണ്ട്. മഴത്തുള്ളി പോലെ കിടക്കുന്ന. പോലെ. പക്ഷെ ഇത് വലുതായി കഴിഞ്ഞാൽ നിറച്ച് കായ്ച്ച് കിടക്കുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും. ഈ മൾട്ടി റൂട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? മൾട്ടി റൂട്ടിൻ്റെ അവർ വേറെ ചെയ്തിട്ടുണ്ടോ? മൾട്ടി റൂട്ട് വേറെ ഉണ്ട്. ഇതിൽ ചെറിയ ആദ്യം പുള്ളി തുടങ്ങി. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വലിയ മരം ഉണ്ടോന്ന്? വലുതായിട്ടുള്ളതില്ല. ഒരു 5-6 വർഷമൊക്കെ ആയതുണ്ട്. 6 വർഷമായ ഒരു ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ മൾട്ടി റൂട്ട് വെച്ചിട്ട്? മൾട്ടി റൂട്ടിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൾട്ടി റൂട്ട് മണ്ണിനടിയിലേക്ക് പോകണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. മൾട്ടി റൂട്ടിന്റെ ഗുണവും അദ്ദേഹം വിവരിക്കുന്നുണ്ടല്ലോ. നമ്മളെ കൂടുതൽ വേരുകളുണ്ട്, വളമെടുക്കാനുള്ള ശേഷി കൂടുന്നു. അങ്ങനെ മറ്റേ കാറ്റ് പിടിച്ചാൽ മറിയില്ല എന്നൊക്കെയാണ് അവകാശവാദം. ഇനിയിപ്പം വലുതായി കഴിഞ്ഞാൽ അതേക്കുറിച്ച് നമുക്ക് ഒരു സ്ഥിരീകരണം പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും അങ്ങനെയൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. കാറ്റത്തും പിന്നെ വെള്ളം കുറവാണെങ്കിലും പ്രതിരോധിക്കും എന്നുള്ള രീതിയിലേക്കാണ്. ആദ്യം പുള്ളി ഇതായിരുന്നു വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് മൾട്ടി റൂട്ടാ? ഇത് മൾട്ടി റൂട്ടാ. അത് കഴിഞ്ഞിട്ട് പുള്ളി ലോങ്ങനിലേക്ക് ഇറങ്ങി. ഇത് എന്തേരം ഉണ്ട്? എത്ര നാളായതാ ഇത്? 6 വർഷമൊക്കെ ആയിട്ടുണ്ട്. 5-6 വർഷമായിട്ടുള്ള. നമ്മൾ ഈ കാപ്പി ചെയ്യുന്നുണ്ടോ? കാപ്പി ഇത് ഒരു വലിയ കാപ്പിയായിരുന്നേ. ഇത് വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കണ്ണ് വന്നിട്ട് നമ്മൾ കവാത്താക്കി നിർത്തിയേക്കുക. റോബസ്റ്റ് ആണത്? ഇത് സാധാ കാപ്പിയാണ്, നാടൻ കാപ്പിയാണ്. പക്ഷെ പഴയ ഇനമാ. പഴയ ഇനമാ. അവനെ ഇങ്ങനെ കവാത്ത് ചെയ്ത് നിർത്തി. ലാഭമാണോ കാപ്പി കൃഷി? കാപ്പി കൃഷി അത്യാവശ്യം ലാഭമുള്ളതാണ്. ഒത്തിരി മുതൽ മുടക്കില്ലല്ലോ നമുക്ക്. പിന്നെ വളത്തിൻ്റെയും അത്ര മറ്റ് വിളകൾ കൊടുക്കുന്ന അത്രയും വളം നമുക്ക് ഇതിന് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കാപ്പിക്ക്. അവൻ സ്വമേധയാ സൈഡിൽ നിന്നൊക്കെ വലിച്ചെടുത്ത്, വേര് പടലുണ്ടല്ലോ, വലിച്ചെടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവ് തരും. ഇത് ആദ്യമായിട്ട് ഇപ്രാവശ്യം ചൊട്ടയിട്ടതാണ്. ഇത് ഇൻഡർസി ഇനത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാണ് നഴ്സറിയിൽ നിന്ന് തന്നത്. എന്തായാലും മംഗളയനമാണത്. ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കായ അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കായ്ക്കുന്നതാണേലേ. എന്തേരം ചെയ്യുന്നുണ്ട് കമുക്? നമ്മളൊരു 100-100 കമുക് നമുക്കുണ്ട്. 100 പഴയതാണോ അതോ പുതിയത് വെച്ചതാണോ? പുതിയത് വെച്ചിരിക്കുന്ന ഈ സെയിം സാധനം തന്നെ. ഇൻഡർസി ഇനത്തിൽപ്പെട്ട കമുകളാണ്. കമുകും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം ലാഭകരമായിട്ട് ചെയ്യാം. കമുകും വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇടവിളയായിട്ടൊക്കെ ചെയ്യാമല്ലോ. വലിയ ചോലയില്ലാത്തതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം ഇടവിളയായിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണ്. ഇത് ഏതാ ഈ തെങ്ങ്? ഇത് ഗംഗാബോണ്ടായിരുന്നു. ഗംഗാബോണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്.
ആണോന്ന് അറിയത്തില്ല. അത് കായ്ച്ച് കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ ഇതിന്റെ കുറച്ച് നമ്മുടെ അളിയന്റെ വീട്ടിൽ, ആലപ്പുഴ അളിയന്റെ വീടെ, അവിടെ കൊണ്ടുവച്ചത് കായ്ച്ചു കേട്ടോ. ഗംഗാപണ്ടോ? ഗംഗാപണ്ടം. ഇത് ഈ സെയിം സാധനം തന്നെയായിരുന്നു അത്. ഞാൻ കുറച്ച് തൈകൾ മേടിച്ച് കുറച്ച് നമ്മൾ ആലപ്പുഴയ്ക്കും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് മാറിയപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തെങ്ങിന് നല്ല കാലാവസ്ഥയാണല്ലോ ആലപ്പുഴ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ഇതിപ്പോൾ എത്ര നാളായി? ഇതിപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. 4 വർഷമായിട്ടുണ്ട്. കായ്ക്കാറായി. കായ്ക്കാർ തടി തിരിഞ്ഞിട്ടുണ്ട്. ഇനി അവൻ ചൊട്ടയിടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുവാണ്. നിങ്ങൾ വളമൊക്കെ എന്നാ ചെയ്യുന്നത്? വളം നമ്മൾ സമ്മിശ്രമായിട്ട് എന്ന് വെച്ചാൽ ജൈവവളവും ചെയ്യും, രാസവളവും ചെയ്യാറുണ്ട്. എല്ലുപൊടി, അതുപോലെ വേപ്പ് പിണ്ണാക്ക്, അതുപോലെ നമ്മൾ NPK ഒക്കെ ഉണ്ടല്ലോ, അതും കുറേശ്ശെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഫാക്ടം പോസും എല്ലാം സമ്മിശ്രമായിട്ട് നൽകുന്നൊരു രീതിയാണ്. എന്നെ വളർന്ന് കൃത്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ആ പിണ്ണാക്കുണ്ടല്ലോ, എന്നെ കിട്ടിയാലും പറമ്പിൽ കൊണ്ട് നടും അല്ലയോ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എവിടെ പോയൊരു വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുവന്ന് നടും. അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ വ്യാപിപ്പിച്ചെടുത്തത്. പല ഘട്ടങ്ങളിലായിട്ടുള്ള ഇത്. ഇതൊരു സംതൃപ്തിയല്ലേ ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ്? അത് തന്നെ നമുക്ക് ഈ തെങ്ങിന് ഒരു ചൊട്ട ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ കൂടുതലും ജാതിയാണ് ചെയ്തേക്കുന്നത് അല്ലേ? കൂടുതലും ജാതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ജാതി അത്രയ്ക്ക് ഇഷ്ടമാണോ? ജാതി കൃഷി നമുക്ക് ജാതി കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാലന ചെലവ് കുറവുണ്ട് ഇതിനെ സംരക്ഷിക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ആദായം എടുക്കാനും നമുക്ക് താഴെ വീണ് കഴിഞ്ഞെടുത്താലും മതി. ഇത് പറിക്കണം എന്നില്ലല്ലോ. പൊട്ടിയെടുക്കുമ്പോൾ പൊട്ടി നിൽക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. എന്നാലും നമ്മൾ താഴെ വീണ് അധികം സമയം കിടക്കാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അതും കിട്ടും. പിന്നെ നമുക്ക് വയസ്സനാം കാലത്താണെങ്കിലും ആരുടെ ആശ്രയം ഇല്ലാതെ ആദായം എടുക്കാൻ പറ്റും ഈ സാധനം. അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏലമൊക്കെ പരിപാലിക്കുന്ന പോലെ നമ്മൾ കൊച്ചു പിള്ളേരെ പരിപാലിക്കുന്ന പോലെ വേണം അത് നോക്കാനായിട്ട് അല്ലേ? അത്രയും പരിപാലന ഇല്ല നമുക്ക് ജാതിക്ക്. കൃത്യമായിട്ട് വളം ചെയ്യണം. എന്തെങ്കിലും ഒരു ഫംഗസ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബോഡോ മിശ്രിതോ സാഫോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവൻ കയറി പോന്നോളും. ജാതി എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഓരോന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണോ അതോ എങ്ങനെയാണ്? നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ ഓരോ നഴ്സറിക്കാർക്ക് പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ യൂട്യൂബിലും അതൊക്കെ കണ്ടിട്ട് നമ്മൾ പലരുടെ അഭിപ്രായമൊക്കെ തേടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. നല്ല വെറൈറ്റി എന്ന് തോന്നുന്നത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന രീതിയാണ്. ഇപ്പം ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയതാ? ചെയ്തതിൽ ആവറേജ് കിണറ്റുകര നല്ല ജാതിയാണ്. കിണറ്റുകര പിണ്ണാക്കനാടല്ലേ ആ നഴ്സറിയിൽ, അവരുടെ ജാതി ആവറേജ് നല്ല ഇതാണ്. പിന്നെ ഈ മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയുന്നതും അവരുടെയും പറയുന്ന പോലെ തന്നെ പത്രിക്കനവും ഒക്കെ വരുന്നുണ്ട്. അത് ചെറിയ ജാതികളാണ്. കായ്ച്ചാലേ എൻ്റെ കായ്ഫലത്തെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. കിണറ്റുകര പക്ഷേ എല്ലാ വർഷവും ആവറേജ് നല്ല കായുണ്ട്. കായ്ക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. എന്നാ ആദായം കിട്ടും ജാതി ഒരു വർഷം? ജാതി ഇപ്പം ഇപ്പോൾ 2 വർഷം തൊട്ട് 3 വർഷം 4 വർഷം 6 വർഷം അങ്ങനെ ഒരു 10 വർഷം വരെയൊക്കെയുള്ള ജാതികൾ അതിനകത്ത്. ഇതിനകത്ത് ഒരു ജാതി മാത്രമേ കുറച്ച് വർഷങ്ങൾ 10-20 വർഷമൊക്കെ ആയതുള്ളൂ. എന്നാലും നമുക്ക് കണക്ക് വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ആദായം ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുണ്ട്. അത് കുഴപ്പമില്ല. ഈ ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു 12 വർഷമാകുമ്പോഴല്ലേ ഇതൊരു പ്രായപൂർത്തിയായിട്ട് ജാതി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത് ജാതിയെക്കുറിച്ച്. അപ്പം 12 വർഷമൊക്കെ വരുമ്പോൾ ഒരു നല്ല ഈൽഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് നമ്മൾ. നല്ല കയറ്റമുള്ള ഇതല്ലയോ? അത്യാവശ്യം ഒത്തിരി ഹൈ റേഞ്ചിനെ അപേക്ഷിച്ച് ഒത്തിരി കയറ്റമുള്ള പ്രദേശമല്ല, എന്നാലും അത്യാവശ്യം ചെറിയുള്ള സ്ഥലമാണ്. ഇത് മറ്റൊരു രീതിയിലുള്ള ജാതി പടർന്നു വരുന്ന ടൈപ്പാണ്. അതും എന്നെ അറിയില്ല, പക്ഷേ അതിൻ്റെ ശിഖരങ്ങൾക്ക് നല്ല ഇതല്ലേ. ഒരു 5 മീറ്റർ 6 മീറ്ററൊക്കെ നീളം വരുന്നുണ്ട്. ഇങ്ങനെ നഴ്സറികളിൽ കാണുമ്പോൾ മേടിക്കുന്നല്ലേ? ഇതും തൊടുപുഴ എന്ന നഴ്സറിയിൽ നിന്ന് മേടിച്ച ഹരിത. ഇത് കണ്ടാൽ മറ്റേ നമ്മുടെ കടുവമാക്കലെ ആ ജാതിയാണെന്ന് എനിക്കൊരു സംശയമില്ലായില്ല. നമ്മുടെ കടുവമാക്കല ജാതി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആണോ എന്നെനിക്കൊരു ഹൈറ്റ് കുറവാണ്. പക്ഷേ എൻ്റെ സൈഡ് ശിഖരം വളരെ വലുതായിട്ട് നീളുവാണ്. എന്നാൽ അത്യാവശ്യം നല്ല കായും ഉണ്ടാകും. കഴിഞ്ഞ വർഷം നല്ല കായായിരുന്നു. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. നമുക്ക് ക്ഷമയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമ ഒരു പ്രധാന ഘടകമാണ് അതിനകത്ത്. നമുക്ക് ഈൽഡ് ചിലപ്പം പെട്ടെന്ന് കിട്ടണമെന്നില്ല. പിന്നെ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് ഈൽഡ് വ്യത്യാസം വരാം. ഒരു ക്ഷമ വേണം. പിന്നെ നമ്മൾ കൂടുതലായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമാക്കി മാറ്റാം നമുക്ക് കൃഷി. നിങ്ങൾ തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അമ്മയുണ്ട്, വൈഫ്, കുട്ടികൾ എല്ലാവരും കൂടെ ഇൻവോൾവ് ആണ്. എല്ലാവരും കൂടെ കൂടിയാണ് കൃഷി ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ കൃഷിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്തായാലും നമ്മൾ ഉപ്പുകുന്നിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവുകളുമൊക്കെ വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ആണ് വിടവാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.